السلام عليكم ورحمة الله وبركاته. الحمد لله كفى والسلام على عباده الذين اصطفى أما بعد. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി KH നാസർ സാഹിബ് ഉദ്ഘാടന പ്രസംഗം നടത്തിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി ജിന്ന, സ്റ്റേജിലുള്ള എൻ്റെ ബഹുമാന്യനായ സഹപ്രവർത്തകരെ, സ്നേഹനിധികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ഈ ജന്മദിനാഘോഷം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ നമ്മളോടൊപ്പം കൂട്ടാനുള്ള ഒരു സന്ദേശമായി നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഈ പ്രസ്ഥാനം ഇത് കാലഘട്ടത്തിന്റെ പ്രസ്ഥാനമാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ വിളിക്ക് ഉത്തരം എന്ന നിലയിലുള്ള ഒരു പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ജാതി മത ഭേദമന്യേ പ്രയാസമനുഭവിക്കുന്നവനെ, പീഡനമനുഭവിക്കുന്നവനെ, മർദ്ദനമനുഭവിക്കുന്നവനെ സഹായിക്കാൻ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടുവന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അള്ളാഹുവിന്റെ ചോദ്യം നിങ്ങൾക്കറിയാം. വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തളഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ വൽ മുസ്തളഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. ബലഹീനരായ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വിളിച്ചു പറയുന്നു, റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറയത്തി ളാലിമി അഹ്ലുഹാ. അല്ലാഹുവേ, ഈ അക്രമികൾ ഞങ്ങൾക്ക് മോചനം താ, ഞങ്ങൾക്കൊരു സംരക്ഷകനെത്താ, ഒരു സഹായിയെത്താ എന്ന് പറയുമ്പോ ഇതാ ഞങ്ങൾ സഹായികളായി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി നാം ഇതാ വന്നിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ ഉത്തരം, ഈ മറുപടി അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഈ മറുപടി പറഞ്ഞുകൊണ്ട് ഈ മർദ്ദിത ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണമേകാൻ, സഹായം നൽകാൻ, അവരുടെ കൈ പിടിച്ചുയർത്താൻ വേണ്ടി വന്ന നമ്മളെ തകർക്കാനോ തളർത്താനോ ഒരു ശക്തിക്കും ഈ ലോകത്ത് സാധിക്കുകയില്ല. ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചരിത്രമാണ്. ഒരുപക്ഷെ നമ്മളെ കരിനിയമങ്ങൾ ചാർത്തി ജയിലടയ്ക്കാൻ സാധിച്ചേക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ മർദ്ദന പീഡനങ്ങൾക്കിരയാക്കാൻ സാധിച്ചേക്കും. അതുമല്ലെങ്കിൽ ഞങ്ങളെ നിങ്ങൾക്ക് രക്തസാക്ഷികളാക്കാൻ സാധിച്ചേക്കും. ഞങ്ങൾ ആ രക്തസാക്ഷ്യം കൊതിക്കുന്നവരാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രക്തസാക്ഷ്യം കൊതിക്കുന്നവരാണ്. ഞങ്ങൾ നിങ്ങളുടെ മർദ്ദനങ്ങൾ സഹിക്കാൻ തയ്യാറാണ്, നേരിടാൻ തയ്യാറാണ്. നിങ്ങളുടെ കാരിരുമ്പുകൾ, ഇരുമ്പഴികൾ കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എങ്കിലും ഞങ്ങളുടെ രാജ്യത്തെ മർദ്ദിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മർദ്ദനം ഞങ്ങൾ സഹിക്കുകയില്ല എന്ന് നിങ്ങളോട് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, നാം നമ്മുടെ ഈ പ്രസ്ഥാനത്തെ നമ്മുടെ രാജ്യത്ത് മുഴുവൻ വ്യാപിപ്പിക്കാൻ, ജാതി മതഭേദമന്യേ മുഴുവൻ ജനങ്ങൾക്കും ഒരു സന്ദേശം നൽകാൻ വേണ്ടിയായിരിക്കണം നിങ്ങൾ ഈ മൈതാനം വിട്ട് തിരിച്ചു പോകേണ്ടത്. കേരളത്തിലെ 7 ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ജനം നമ്മളെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഞങ്ങൾ ഇന്ത്യയുടെ ശാക്തീകരണത്തിന് വേണ്ടി, മർദ്ദിത ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് വേണ്ടി, ഇന്ത്യയിൽ നീതി പുലരുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരാളോടും അനീതി കാണിക്കാത്ത ഒരു ഇന്ത്യ, തുല്യ നീതി പുലരുന്ന ഒരു ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ് എന്ന മഹത്തായ സന്ദേശം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കണം. അതിനാണ് നിങ്ങൾ ഈ സമ്മേളന നഗരി വിട്ടുപോകുമ്പോൾ പ്രധാനമായി നിർവഹിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഒരു ഭാഗത്ത് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ രാജ്യത്തിന്റെ അധികാരം കൈയാളുകയാണ്. രാജ്യത്ത് നമ്മുടെ മുൻഗാമികളും നേതാക്കന്മാരും രാജ്യത്തെ കൊള്ളയടിച്ച ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യുമ്പോൾ ഇവർ അണ്ടർഗ്രൗണ്ടിലിരുന്ന് അവരുമായി സന്ധി ചെയ്യുകയായിരുന്നു.
അവർക്ക് ചാരപ്പണി ചെയ്യുകയായിരുന്നു. പിന്നീട് നമ്മുടെ രാജ്യം നാം തിരിച്ചു പിടിച്ചപ്പോൾ, നമ്മുടെ നാട് നമ്മൾ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ആളുകൾ നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കുകയായിരുന്നു. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളെ കൊന്നൊടുക്കുകയായിരുന്നു. പിന്നീട് അവർ വളർന്ന് അധികാരത്തിലേറിയപ്പോൾ നാം ഉണ്ടാക്കി വെച്ച ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും തകർക്കാനും രാജ്യത്തിന്റെ സമ്പത്ത് വിദേശ ശക്തികൾക്ക്, സമ്പന്ന വിഭാഗങ്ങൾക്ക് ഓഹരി വെച്ചു കൊടുക്കാൻ, വിൽക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. ഇവരെ ലെവലേഷൻ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇവരെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ നാം നന്മയുടെ ശക്തികളാണ്, നാം നന്മയ്ക്ക് വേണ്ടി പൊരുതുന്നവരാണ്, നാം പ്രകാശത്തിന് വേണ്ടി പടപെടുന്നവരാണ്. ഈ ആളുകൾ ഈ രാജ്യത്തെ ഇരുളിലേക്ക് നയിക്കാൻ പടപെടുന്നവരാണ്. ഈ ആളുകൾ ഈ രാജ്യത്തെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. ഈ ആളുകൾ നമ്മുടെ മഹത്തായ ഇന്ത്യയെ വിൽക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് ലവലേശം ഈ ശക്തികളെ പേടിക്കേണ്ടതില്ല. ഇത് ഇരുളിന്റെ ശക്തികളാണ്, ഇത് പിശാചിന്റെ വക്താക്കളാണ്. ഇന്നമാ ദാലികും ശൈത്താനു യുഖവ്വിഫു ഔലിയാഹു വലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. ഇതാ സർവശക്തനായ അല്ലാഹു നമ്മളോട് പറയുന്നു, ഇന്നമാ ദാലികും ശൈത്താൻ, ഈ ഇരുളിന്റെ ശക്തികൾ പിശാചിന്റെ ആളുകളാണ്, പിശാചിന്റെ വക്താക്കളാണ്, പിശാചിന്റെ സംരക്ഷകരാണ്. ഇന്നമാ ദാലികും ശൈത്താൻ യുഖവ്വിഫു ഔലിയാഹു വലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ലവലേശം ഭയപ്പെടേണ്ടതില്ല. വലാ തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടണം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. അതുകൊണ്ട് ആ ശക്തികളെ തീരെ ഭയപ്പെടേണ്ടതില്ല. നമുക്കിവിടെ കേരളം മുതൽ ഇന്ത്യ രാജ്യത്ത് എവിടെയൊക്കെ ഇന്ത്യയുണ്ടോ, ലോകത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യത്ത് എവിടെയൊക്കെ മനുഷ്യരുണ്ടോ, എവിടെയൊക്കെ സംസ്ഥാനങ്ങളുണ്ടോ, അവിടെയൊക്കെ നമുക്ക് എത്തേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, പടച്ച തമ്പുരാന്റെ അനുഗ്രഹത്താൽ ഏറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും കഴിഞ്ഞ 20-25 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഏതാണ്ട് 20-ലേറെ സംസ്ഥാനങ്ങളിൽ ഈ സന്ദേശം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സുദിനത്തില് 20-ലേറെ സംസ്ഥാനങ്ങളിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന വസ്തുത നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കണം. അവിടെയൊക്കെ ഈ സന്ദേശം ഏറ്റെടുക്കാൻ ജാതി മതഭേദമന്യേ ആളുകൾ തയ്യാറായിട്ടുണ്ട്. അങ്ങ് മണിപ്പൂരിലും ആസാമിലും ബീഹാറിലും രാജസ്ഥാനിലും ഡൽഹിയിലും ബംഗാളിലും ഹരിയാനയിലും യുപിയിലും മധ്യപ്രദേശിലും അതുപോലെ മഹാരാഷ്ട്രയിലും കർണാടകയിലും ഗോവയിലും തമിഴ്നാട്ടിലും കർണാടകയൊക്കെ അൽഹംദുലില്ലാഹ് ഈ സന്ദേശം ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറായിട്ടുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഈ ത്യാഗത്തിന് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായിക്കൊണ്ട്, സമർപ്പിക്കാൻ തയ്യാറായിട്ട്. എന്താ ഈ സമർപ്പണം, എന്താ ഈ ത്യാഗം? ഇത് മതത്തിന്റെ ഭാഗമാണ്, ഇത് ദീനിന്റെ ഭാഗമാണ്. പലരും ധരിച്ചിരിക്കുന്നത് ദീൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, ദുആയാണ് എന്നാണ്. ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ സഹോദരിമാരുടെ മുന്നിൽ പോയി ദുആ ചെയ്യാം, വീട് കൊള്ളയടിക്കപ്പെട്ടാൽ വീട്ടിൽ പോയി ദുആ ചെയ്യാം, മുഖ്യമന്ത്രി ചോദിക്കാൻ വന്നാൽ മുഖ്യമന്ത്രി കേൾക്കാതിരിക്കാൻ പറയുന്നവരെ വായടപ്പിക്കാം. ഇതാണോ ശരിക്കും ത്യാഗം എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് പറയുമ്പോ നദാപുരത്തെ ആളുകൾ കലാപത്തിനിരയായി അവർ വിളിക്കുമ്പോൾ ആ ആളുകൾ മുഖ്യമന്ത്രിയോട് ആവലാതി പറയാൻ ശ്രമിക്കുമ്പോ ആവലാതി പറയരുത്, മുഖ്യമന്ത്രിക്ക് കോപം വരും എന്ന് പറയുന്ന, മുഖ്യമന്ത്രിയെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്ന മന്ത്രിമാർക്ക് എന്ത് സ്ഥാനമാണ് ഈ നാട്ടിലുള്ളത് എന്ന് നാം ആലോചിക്കണം സഹോദരന്മാര്. എന്ത് നീതിയാണ് ഈ ആളുകൾ നടപ്പാക്കുന്നത്? ഈ നദാപുരത്തെ ആളുകളോട് ഏത് തരത്തിലുള്ള നീതിയാണ് ഇവർ നടപ്പാക്കിയിട്ടുള്ളത്? ഞങ്ങൾക്ക് ആ വിഷയത്തില് CPM-കാരോടും പറയാനുണ്ട്. നിങ്ങൾ ഈ അഡ്ജസ്റ്റ്മെന്റ് കലാപത്തിന് മുതിരരുത് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപക്ഷെ അവർ മുസ്ലിം ലീഗുകാരായിരിക്കാം, പക്ഷേ മുസ്ലിം ലീഗുകാരായതുകൊണ്ട് മാത്രം അവർ മുസ്ലിങ്ങളല്ലാതാവുകയില്ല. അതുകൊണ്ട് CPM-കാര് മനസ്സിലാക്കണം, നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് കലാപത്തിന് ഞങ്ങൾ സമ്മതിക്കുകയില്ല, അത് നിർത്തിവെക്കണമെന്നാണ് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് നേതാക്കളോട് ജനങ്ങളെ ഷണ്ഡീകരിക്കുന്നതിൽ നിന്ന് പിന്മാറി നിൽക്കണം. രാജ്യത്തുണ്ടായ ഒരുപാട് സംഭവ വികാസങ്ങളിൽ 20 MLA-മാരും 4 മന്ത്രിമാരും ഉണ്ടായിട്ട്, ഒരുപാട് പ്രാർത്ഥനകൾ നടത്താൻ കഴിവുള്ള നേതാക്കന്മാരുണ്ടായിട്ട് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്? എന്ത് സമാധാനമാണ് ജനങ്ങൾക്ക് നൽകിയത്? ഗർവാപ്പസി വിഷയം വന്നപ്പോൾ, ലവ് ജിഹാദ് വിഷയം ഉണ്ടായപ്പോൾ, നാദാപുരം കലാപം ഉണ്ടായപ്പോൾ, വർഗീയ പ്രസംഗം നടത്തി തകാടിയ ജനങ്ങളെ ഇളക്കിവിട്ടപ്പോൾ, യതീംഖാന വിഷയമുണ്ടായപ്പോൾ എന്താണ് ഈ കേരള സമൂഹത്തോട് ഈ ആളുകൾ പറഞ്ഞു കൊടുത്തത്? അതിലൊക്കെ അപ്പുറം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 20 MLA-മാർ, മുസ്ലിം പാർട്ടിക്ക് 5 മന്ത്രിമാരും, അപ്പുറത്ത് UDF സർക്കാരും ഭരിച്ചുകൊണ്ടിരിക്കെ EAPA എന്ന കരിനിയമം ഇന്ത്യയിലെ വേറെ ഒരു സ്റ്റേറ്റിലും ഇല്ലാത്ത തരത്തിൽ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ആ കരിനിയമം ചാർത്തി സർക്കാരിനെതിരെ ശബ്ദിക്കുന്നവരെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുടെ വായികളടയ്ക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രിയങ്കരായ 21 പ്രവർത്തകരെ, ഏതാണ്ട് 50ഓളം പ്രവർത്തകരെ ഇതേ UAPA ചമർത്തി ചിലരെ 5 വർഷമായി, ചിലരെ 2 വർഷത്തിലേറെയായി ജയിലടച്ചിരിക്കുകയാണ്. 18 വയസ്സ് മുതൽ ഉള്ള വളരെ ചെറുപ്പക്കാരായ നമ്മുടെ സഹോദരങ്ങൾ ജയിലിലാണ്. നിങ്ങൾ നാട്ടിൽ ചെന്ന് നേതാക്കന്മാരോട് ചോദിക്കണം, എന്തിനാണ് ഈ നിരപരാധികൾ ജയിലിൽ കിടക്കുന്നത്? എന്ത് കുറ്റമാണ് ഇവർ ചെയ്തത്? എന്ത് രാജ്യദ്രോഹമാണ് ഇവർ ചെയ്തത്? ഒന്നുമല്ല. ഇവർക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വളർച്ച ഇവർ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്താൻ നമ്മുടെ ചില ചെറുപ്പക്കാരെ ജയിലടച്ചു നോക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, നിങ്ങൾക്ക് ഞങ്ങളെ ഭയപ്പെടുത്താനാവുകയേ ഇല്ല. നിങ്ങളുടെ ഈ ഭരണം തകർക്കപ്പെടുന്നൊരു ദിവസം വരും, തീർച്ചയായും വരും. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ കരിനിയമത്തിൽ നമ്മുടെ സഹോദരന്മാരെ കുടുക്കി കള്ളക്കേസിൽ ജയിലടച്ചപ്പോ ഇവിടെ പരാമർശിക്കപ്പെട്ട നേതാക്കന്മാരുടെ അടുത്ത്, തങ്ങന്മാരുടെ അടുത്ത്, മന്ത്രിമാരുടെ അടുത്ത് ഞങ്ങൾ പോയി പറഞ്ഞു നോക്കി, ഒന്ന് സഹായിക്കണം, അവർ നിരപരാധികളാണ്. എന്ത് സഹായമാണ് ഉണ്ടായത്? എന്ത് നീതിയാണ് ഇവർ നൽകിയത്? ഒരു നീതി ഇവർ നൽകാൻ തയ്യാറായിട്ടില്ല. തയ്യാറാകാത്തത് എന്തുകൊണ്ടെന്നറിയുമോ? ഈ 20 MLA-മാർക്കും 4 മന്ത്രിമാർക്കും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് മാത്രമാണത്. ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മാത്രമാണത്. ഇങ്ങനെ ഇതിനപ്പുറത്ത് മാറാട് നിങ്ങൾക്കറിയാം. നിങ്ങൾ മാറാടുകാരോട് വന്ന് ചോദിക്കുക. കോഴിക്കോടിനടുത്ത് മാറാട് കലാപത്തിലെ 1-ാം മാറാടും 2-ാം മാറാടും ഉണ്ടായി. 1-ാം മാറാട് കലാപത്തിലെ പ്രതികളെ ശിക്ഷിക്കുന്നില്ല. 2-ാം മാറാട് കലാപത്തിൽ മുസ്ലിങ്ങളാണ് മുഴുവൻ പേരെയും ശിക്ഷിച്ചു ജയിലിലടച്ചു. ലീഗുകാരായ നേതാക്കന്മാർ പറഞ്ഞു, ഒന്ന് ജയിലിൽ വന്ന് പോയാൽ മതി, സ്റ്റേഷനിൽ വന്ന് പോയാൽ മതി. വന്ന് തിരിച്ചുപോയ ആളുകളെ മുഴുവൻ ജയിലിലടച്ചു. കുറ്റം ചുമത്തി കോടതി ജീവപര്യന്തം ശിക്ഷിച്ചു. 12 വർഷമായി ഏതാണ്ട് 50-ലേറെ ആളുകൾ ജയിലിൽ കിടന്നിട്ട് നേരത്തെ പറഞ്ഞ എണ്ണമുള്ള മന്ത്രിമാരുള്ള ഈ ആളുകൾ എന്താണ് ചെയ്തത് എന്ന് നാട്ടിൽ ജനങ്ങളോട് നിങ്ങൾ ചോദിക്കണം. ഞാൻ പറയുന്നതപ്പുറം മാറാട് ജനങ്ങളോട് നിങ്ങൾ ചോദിക്കണം. ഇന്ന് ആ ആളുകൾ മുഴുവൻ പുറത്തുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ നമ്മളെ സമീപിച്ചു, ഞങ്ങൾക്ക് നിങ്ങൾ നീതി വാങ്ങിത്തരണം, കോടതിയിൽ പോകണം. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നാം മുന്നോട്ട് പോയി. സുപ്രീം കോടതിയിൽ ജാമ്യം വാങ്ങിയപ്പോ അവർക്കും തയ്യാറായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജാമ്യം കിട്ടി. ആ ആളുകളോട് നിങ്ങൾ ചോദിക്കണം, എന്താണ് ഇവർ നിങ്ങൾക്ക് നൽകിയ സഹായം? ഇങ്ങനെ നോക്കിയാൽ ഈ ആളുകൾ എന്ത് സമാധാനമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്, എന്ത് നീതിയാണ് നൽകിയിട്ടുള്ളത്? മറിച്ച് നേരത്തെ പറഞ്ഞതുപോലുള്ള കഠിനമായ നിയമങ്ങൾ നടപ്പാക്കി നമ്മെ തകർക്കാനുള്ള ശ്രമം ഒരു വശത്ത്. നമ്മൾ നടന്നൊരു തേജസ് ദിനപത്രമുണ്ട്. തേജസ് ദിനപത്രത്തിന് ഇവർക്കെല്ലാം പേടിയാണ് പോലും. രാജ്യത്തെ കെട്ടുകഥകളും കള്ളവും തരാൻ പറ്റൂല പോലും. എന്താണ് കാരണം? സർക്കാരിന്റെ പരസ്യം കൊണ്ട് നിങ്ങൾ പത്രം നടത്തരുത് എന്നാണ് ഇവർ പറയുന്നത്. സർക്കാരിന്റെ പരസ്യം കൊണ്ട് ജന്മഭൂമിക്കാർ RSSകാരുടെ പത്രം നടത്താം. സർക്കാരിന്റെ പൈസ കൊണ്ട് CPM-കാരുടെ പത്രം നടത്താം, CPI-കാരുടെ പത്രം നടത്താം, കോൺഗ്രസുകാർ നടത്താം, ലീഗുകാർ നടത്താം, മറ്റുള്ള വിഭാഗങ്ങൾ നടത്താം, പോപ്പുലർ ഫ്രണ്ടുകാർ നടത്താം. എന്ത് നീതിയാണ് സഹോദരന്മാരെ? നിങ്ങൾ ചോദിക്കണം ഇത്തരം ആളുകളോട്. അധികാരമുണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ അനധികൃതമായി ഒന്നും ചോദിക്കുന്നില്ല, നീതി മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത് തരാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു വശത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവരോ നിരന്തരമായി പ്രാർത്ഥനയിലാണ് എല്ലാവർക്കും വേണ്ടി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥനയിലാണ്. അങ്ങനെ പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യം സാധിക്കുമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബദറിലേക്ക് കൊണ്ടുപോകേണ്ടതില്ലല്ലോ, റസൂലുള്ളാഹിയെ ഉഹുദിലേക്ക് കൊണ്ടുപോകേണ്ടതില്ലല്ലോ. റസൂലുള്ള മക്കയിലെ പള്ളിയിൽ മദീനത്തുൻ നബവിയിൽ ഇരുന്ന് ദുആ ചെയ്താ പോരെ റസൂല്? അതല്ലല്ലോ റസൂൽ ചെയ്തത്. റസൂല് ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരെ സംസ്കരിക്കാൻ, ഇവരെ വേദനയകറ്റാൻ, ഇവരെ ദുരിതങ്ങൾ മാറ്റാൻ, ഇവരെ പട്ടിണി മാറ്റാൻ മഹാനായ റസൂലുള്ളാഹി പടിയെടുത്തില്ലേ? എന്തായിരുന്നു ആ പണി? ശത്രു ഭീഷണിപ്പെടുത്താൻ വന്നപ്പോൾ ആ ശത്രുവിന്റെ മുന്നിൽ റസൂലുള്ളാഹി നിന്നില്ലേ? ഞങ്ങൾ ഭീഷണിപ്പെടുത്താൻ നിങ്ങളെ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞില്ലേ? ഇതാണ് റസൂൽ ചെയ്ത പണി. ആ റസൂലിനെ കൊണ്ട് അള്ളാഹു ചെയ്യിച്ച ജോലി അതാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم مصرهم. നിസ്കാരവും നോമ്പും മാത്രമല്ല, സക്കാത്തും ഹജ്ജും മാത്രമല്ല, ചെയ്ത ഹജ്ജിന്റെ എണ്ണം നോക്കി ആഡംബരം നടിക്കലല്ല, മറിച്ച് ഇറങ്ങണം, ഇവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ജനങ്ങളുടെ പ്രയാസങ്ങൾ അകറ്റണം. ഇവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കണം. വിശപ്പിന്റെ ഭാരം, പ്രയാസങ്ങളുടെ ഭാരം, രോഗത്തിന്റെ ഭാരം, ദുരിതങ്ങളുടെ ഭാരം ഇറക്കി വെക്കണം. ഇവരെ വരിഞ്ഞു മുറുകിയ ചങ്ങലകൾ, അടിമത്തത്തിന്റെ, അക്രമത്തിന്റെ, ഭയത്തിന്റെ, ഫാഷിസത്തിന്റെ ചങ്ങലക്കെട്ടുകൾ അറുത്തെറിയണം. റസൂലിനോട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. ഇതും റസൂലിനോട് പറഞ്ഞു. അത് നമ്മളോടൊക്കെ അല്ലാഹു പറഞ്ഞതാണ്. യാ അയ്യുഹൽ മുദ്ദസിർ. ചടഞ്ഞിരിഞ്ഞാൽ പോരാ. ഇസ്ലാമിന് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തി, പുതിയ പുതിയ ഹൽക്കകൾ ഉണ്ടാക്കി, ആടിയും പാടിയും ചാടിയും ഒക്കെ പള്ളിയിൽ കഴിയാനല്ല പറഞ്ഞത്. വേറെ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് സംഘടനകൾക്ക് ഗവേഷണത്തിലാണ്. പുതിയ പുതിയ ദിക്റുകൾ, പുതിയ പുതിയ ഹൽക്കകൾ, പുതിയ പുതിയ സലാത്തുകൾ. മോഡിയെ ഒന്ന് കണ്ടാൽ, മോഡി ഒന്ന് വന്നാൽ ഞങ്ങൾക്ക് ഗുജറാത്തുകാരാവും തന്നെ മറന്നു പോകുന്നു പോലും. എങ്ങനെയാ ഗുജറാത്തുകാരാവും മറക്കുക? 20 22 വയസ്സായ ചെറുപ്പക്കാരികളായവും നമ്മുടെ പെങ്ങന്മാരുടെ വയറ്, ഗർഭിണികളായ പെങ്ങന്മാരുടെ വയറ് കുത്തിക്കീറി ആ പിഞ്ച് കുഞ്ഞുങ്ങളെ തൃശൂലത്തിൽ ഉയർത്തി നിർത്തി തീയിലേക്ക് എറിഞ്ഞ് കത്തിച്ച ആ സംഭവം ആർക്കാണ് മറക്കാൻ കഴിയുക? അക്രമികളായ സംഘപരിവാറുകാര് വീട് കൊള്ളയടിച്ച് ഉമ്മയെയും ഉപ്പയെയും കൊന്നിട്ട് വീണ്ടും ഇവരെ കൊല്ലാൻ വരുമ്പോ 2 3 വയസ്സായ പിഞ്ചോമന മക്കൾ പേടിച്ച് ദാഹിച്ചരണ്ട് വെള്ളം ചോദിച്ചപ്പോ അവരുടെ വായിലേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളഞ്ഞ ഈ കാബാലിക സംഭവത്തെ എങ്ങനെ മറക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ അർത്ഥം മോഡിയെ സുഖിപ്പിക്കാൻ പറ്റുമോ എന്ന ഗവേഷണം ഇതല്ലേ നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പലരും പുതിയ പുതിയ ഇബാദത്തുകൾക്ക് ആക്കം കൂട്ടുകയാണ്. എന്നാ റസൂലിനോട് അല്ലാഹു പറഞ്ഞത്, അല്ലാഹു എല്ലാ ദീനും കൊടുത്തിട്ടുണ്ട് റസൂലിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിക്റും പഠിപ്പിച്ചിട്ടുമുണ്ട്. ആ റസൂലിനോട് പറഞ്ഞു, യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. എഴുന്നേൽക്ക്, പുതപ്പ് മാറ്റ്, ജനങ്ങളിലേക്ക് പോ, നിന്റെ പാപങ്ങളൊക്കെ കഴുകിക്കള. നല്ല വേഷത്തിൽ, നല്ല സ്വഭാവത്തിൽ, നല്ല രീതിയിൽ സംശുദ്ധനായി ജനങ്ങളിലേക്ക് ചെന്ന് ജനങ്ങൾ റബ്ബിലേക്ക് നയിക്ക്, നീതിയിലേക്ക് കൊണ്ടുവാ, പ്രകാശത്തിലേക്ക് കൊണ്ടുവാ എന്ന് റസൂലിനോട് പറഞ്ഞു. ഇത് നമ്മളോടും പറഞ്ഞു. നമ്മുടെ സംഘടന ആഗ്രഹിക്കുന്നത് അതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി നമ്മുടെ നാട്ടിൽ, നിങ്ങളുടെ നാടുകളിൽ ചെന്ന് ആബാലവൃദ്ധം ജനങ്ങളോട് ജാതി മത ഭേദമന്യേ ഇതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ആർക്കും ആരുടെ മതവും സ്വീകരിക്കാൻ പ്രയാസമില്ല. പക്ഷേ നീതി പുലരണം, സത്യം പുലരണം. അതിനാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതിന് നിങ്ങൾ ശുദ്ധരായിരിക്കണം, നിങ്ങൾ കളങ്കമുണ്ടാവരുത്. നമസ്കാരം വളരെ അടിസ്ഥാനപരമായ സംഗതിയാണ്, അത് നിർവഹിച്ചിരിക്കണം. തിന്മകളൊക്കെ ഒഴിവാക്കണം, നന്മകൾ മുഴുവനും നിങ്ങൾ ആർജിക്കണം. എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കണം. പണിയെടുത്ത് രക്തസാക്ഷികളാകാൻ നിങ്ങൾ കൊതിക്കണം. ആ രക്തസാക്ഷിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നീതി പുലരുന്ന ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ സംവിധാനത്തെ നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.